ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. പള്ളുരുത്തിയിൽ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത നഗരസഭാ ജീവനക്കാരനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. പള്ളുരുത്തിയിലെ ലോഡ്ജിന്റെ പുതുക്കിപ്പണിത ഭാഗം റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ 1,00,000 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ കൊച്ചി നഗരസഭ പള്ളുരുത്തി മേഖലാ ഓഫീസിലെ റവന്യൂ വിഭാഗം ജീവനക്കാരൻ വിജിലൻസ് പിടിയിലായി. ഇയാളെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. റവന്യൂ വിഭാഗത്തിൽ ക്ലർക്കായ AS പ്രകാശാണ് പിടിയിലായത്. പള്ളുരുത്തി സ്വദേശിയായ പരാതിക്കാരന്റെ മാതാവിന്റെ ഉടമസ്ഥതയിലുള്ള ലോഡ്ജിന്റെ 2ാം നിലയിൽ മുറികൾ കൂട്ടിച്ചേർത്ത് പുതുക്കിപ്പണിതിരുന്നു. ഇത് റെഗുലറൈസ് ചെയ്യുന്നതിനായി പരാതിക്കാരൻ കഴിഞ്ഞ ഡിസംബറിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിച്ചു. തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് പരാതിക്കാരൻ വീണ്ടും അപേക്ഷ സമർപ്പിച്ചു. ഇതിനെ തുടർന്ന് പ്രകാശ് അസസ്മെന്റ് നടത്തുന്നതിനായി ലോഡ്ജിൽ എത്തുകയും സോണൽ ഓഫീസിൽ വന്ന് കാണണമെന്ന് അറിയിക്കുകയും ചെയ്തു. അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് പ്രകാശിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അത്രയുമില്ലെന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷമെങ്കിലും തരണമെന്നും അത് വെള്ളിയാഴ്ചക്കകം കിട്ടണമെന്നും അഡ്വാൻസായി 50,000 രൂപ ചൊവ്വാഴ്ച ലഭിക്കണമെന്നും അറിയിക്കുകയായിരുന്നു. തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയും വിജിലൻസ് വലയൊരുക്കി കാത്തിരിക്കവേ ചൊവ്വാഴ്ച വൈകിട്ട് 4:45 പള്ളുരുത്തി സോണൽ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങവെയാണ് ഇയാൾ പിടിയിലാവുന്നത്. എറണാകുളം സെൻട്രൽ റേഞ്ച് SP PS PN രമേഷ് കുമാർ, IPSന്റെ നിർദ്ദേശാനുസരണം എറണാകുളം വിജിലൻസ് യൂണിറ്റ് DYSPമാരായ K തോമസ്, G സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ R മധു, M മനു, A ഫിറോസ്, N അനൂപ് എന്നിവരടങ്ങിയ വിജിലൻസ് സംഘമാണ് പിടികൂടിയത്. സംഭവത്തിൽ മറ്റുദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നതും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.